Hello everyone, welcome to my YouTube channel Pepino Kunju. ഇന്നത്തെ നമ്മുടെ ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലുള്ള ഇലവിഴ പൂഞ്ചിറയാണ്. കോട്ടയത്തിൽ നിന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇലവിഴ പൂഞ്ചിറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് കയറി പോവില്ല, പക്ക ഓഫ് റോഡാണ്. സോ കാറ് കയറില്ല, ജീപ്പ് മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാറ് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി ജീപ്പിൽ പോകാൻ പോവാണ്. എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് റിസൾട്ടിൽ കാണുന്നത് നിറയെ പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ഓഫ് സീസൺ ആയതുകൊണ്ട് അത്രയും പച്ചപ്പൊന്നും അവിടെ കാണാൻ ചാൻസ് ഇല്ല. നമ്മളിപ്പം കയറി വന്ന് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇതുവരെ വന്നതിനേക്കാൾ കുറച്ചും കൂടി വഴി മോശമാണ്. ഇലവിഴ പൂഞ്ചിറയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജീപ്പ് ഇവിടെ വരെ പോകുള്ളൂ. ഇവിടുന്ന് കുറച്ച് ഭാഗം നമ്മൾ നടന്ന് കയറേണ്ടി വരും. നമ്മളിപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നതിന് താഴെ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് റിസോർട്ടുകൾ കാണാം. പ്രൈവറ്റ് റിസോർട്ട്സ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് ശരിക്കും നല്ലൊരു അടിപൊളി വ്യൂ ആണ്. കുറച്ചുകൂടി മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 5 ജില്ലകൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന മരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ്സിൻ്റെ മരം പോലെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ വേഷം എന്ന് വേണേൽ പറയാം. ഇതിന് ചിറ്റീന്തെന്നാണ് പറയാ. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇത് ഫുള്ള് കരിച്ചിട്ടേക്കാണ്. പുൽച്ചൂല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഈ മരങ്ങൾ ഫുള്ള് കരിച്ചിട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ ഇലവിഴ പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഏറ്റവും ടോപ്പ് പോർഷനിലാണ് നിൽക്കുന്നത്. അതായത് ഏകദേശം സീ ലെവലിൽ നിന്ന് 3200-3500 അടി മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം മനസ്സിലാവും എന്തുമാത്രം ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 ജില്ലകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ നിൽക്കുന്ന കോട്ടയം ജില്ല, അതുകൂടാണ്ട് ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ, അതായത് ബാക്കി 4 ജില്ലകൾ, മൊത്തത്തിലൊരു 5 ജില്ലകൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും. മൂലമറ്റം പവർ ഹൗസിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം ആ ഭാഗത്തായിട്ടാണ് മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. പാണ്ഡവന്മാർ വനവാസകാലത്ത് ഈ ഏരിയയിൽ വന്നിരുന്നു എന്നും ആ സമയത്ത് ഇവിടെ അടുത്തുള്ളൊരു ചിറയിലാണ് പാഞ്ചാലി കുളിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്. അവിടെ വരുമ്പോൾ ദേവന്മാർ പാഞ്ചാലിയുടെ കുളി കാണാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞു നോക്കുക പതിവായിരുന്നു. പക്ഷേ ഈ സംഭവം നമ്മുടെ ദേവേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിറയ്ക്ക് ചുറ്റുമായിട്ട് മതിൽ പോലെ ചെറിയ ചെറിയ പൊക്കത്തിലുള്ള ചെടികൾ നിർമ്മിച്ചു. സോ ആ ഒരു വിഷൻ കംപ്ലീറ്റ്ലി അങ്ങ് മറഞ്ഞു. ഇതാണ് ഒരു കഥ. പിന്നെ വേറൊരു ഐതിഹ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്തായിട്ടാണ് അഗസ്ത്യർ ഗുരുക്കളുടെ ഗുഹ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവിടെ ഈ പാഞ്ചാലിയുടെ അക്ഷയപാത്രം അദ്ദേഹം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ വേറൊരു ഐതിഹ്യം രാമായണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമലക്ഷ്മണന്മാർ വനവാസകാലത്തും ഈ ഏരിയയിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതവും രാമായണവും എല്ലാം കൂടി ചേർന്ന ഒരു ഐതിഹ്യങ്ങളുടെ കലവറയാണെന്ന് തന്നെ പറയാം. ആ
കാണുന്ന ഒരു നീല പെയിൻ്റ് അടിച്ച വീട് കണ്ട? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഇത്? ആക്ച്വലി ആ കാണുന്ന വീട് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ഫിലിമിൽ കാണിക്കുന്നുണ്ട്. അതായത് അതിലെ ഹീറോയിൻ്റെ വീടില്ലേ, ദുൽഖർ സൽമാൻ ബൈക്കൊക്കെ ഓടിച്ച് നാഗാലാൻഡ് വരെ പോയി കുന്നിൻ്റെ മേലുള്ള ആ വീടാണ് ആ കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഇലവിഴ പൂഞ്ചിറയുടെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അത്യാവശ്യം കുറേയേറെ കുന്നും മലയൊക്കെ കയറി നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി താഴെ വരെ ഇറങ്ങണം എന്തെങ്കിലും കഴിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. സോ ഇനി ഞാൻ ഇവിടെ നിന്ന് ചുറ്റിത്തിരിയുന്നില്ല, വേഗം താഴേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ ദിസ് ഇസ് അഞ്ജു എസ് കുഞ്ഞുമോൻ സൈനിങ് ഓഫ്. ബൈ. പിന്നെ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പെപ്പിനോ കുഞ്ഞു.